സംവിധായകൻ രഞ്ജിത്തിനെതിരെ IFFK-യിൽ സമാന്തര യോഗം ചേർന്നു. ചലച്ചിത്ര അക്കാദമി ഭരണസമിതി അംഗങ്ങളാണ് IFFK വേദിയിൽ സമാന്തര യോഗം ചേർന്നു. രഞ്ജിത്തിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയതായും സൂചനയുണ്ട്. വിവരങ്ങളുമായി കമലേഷ് തെക്കിക്കാടുണ്ട്. കമലേഷ്, കുറെ നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട് ഈ രഞ്ജിത്തിനെതിരെ ഇത്തരത്തിലുള്ള ചില രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ഇതിന്റെ ഒരു ഏറ്റവും അവസാനത്തെ സംഭവമായിട്ടാണോ ഈ ഒരു യോഗം ചേരലും ഒപ്പം തന്നെ ഈ ഒരു നിവേദനം നൽകിയതായിട്ടുള്ള സൂചനയും ഒക്കെ? എബി, തീർച്ചയായും ആ നിലയിൽ തന്നെ വേണം ഇത് പരിഗണിക്കാൻ. നേരത്തെ തന്നെ ചില അസ്വാരസ്യങ്ങൾ ഈ ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. രഞ്ജിത്തിനെതിരെ അംഗങ്ങൾക്കെല്ലാം വലിയ അതൃപ്തിയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെയും വന്നിട്ടുള്ളതാണ്. അത് വളരെ പ്രത്യക്ഷമായി ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിലൂടെ. അതായത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ മാറ്റണം എന്ന ഒരു ആവശ്യമാണ് ഈ ഭരണസമിതി അംഗങ്ങൾ പൊതുവിൽ ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ചലച്ചിത്രമേള, അതായത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള അവസാനിക്കാൻ ഇനി ഒരു ദിവസം കൂടിയാണ് ബാക്കിയുള്ളത്. നാളെ ചലച്ചിത്രമേള അവസാനിക്കുകയാണ്. ഇതിനു മുന്നോടിയായി ഇന്നിപ്പോൾ ഈ ചലച്ചിത്ര അക്കാദമിയുടെ ടാഗോർ തിയേറ്ററിലെ വേദിയിൽ ഓഫീസിൽ ഇരിക്കെയാണ്, അതായത് രഞ്ജിത്ത് അപ്പുറത്തെ മുറിയിൽ ഇരിക്കെയാണ് തൊട്ടപ്പുറത്ത് മറ്റൊരു മുറിയിലായി ഈ ഭരണസമിതിയിലെ 9ഓളം അംഗങ്ങൾ സമാന്തരമായി ഒരു യോഗം ചേർന്നത്. ഈ യോഗത്തിൽ സംവിധായകൻ മനോജ് ഖാന, അതുപോലെ തന്നെ കുക്കു പരമേശ്വരൻ, ജോജി അടക്കം, അതായത് 9 അംഗങ്ങളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. വലിയ വിമർശനം രഞ്ജിത്തിനെതിരെ നേരത്തെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. സ്വന്തം നിലയിൽ കാര്യങ്ങൾ തീരുമാനിക്കുകയും അത് നടപ്പാക്കുകയുമാണ്. യാതൊരു തരത്തിലുള്ള കൂടിയാലോചനകളും ഈ ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ട് ഈ ഭരണസമിതിയിൽ ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഈ യോഗത്തിൽ വെച്ച് തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്ത് ഇവർ തയ്യാറാക്കിയിട്ടുണ്ട്. അത് മന്ത്രിക്ക് നൽകും, അതായത് സർക്കാരിന് ഇത് സമർപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും മന്ത്രിമാരെല്ലാം തന്നെ ഇപ്പോൾ നവകേരള സദസ്സിന്റെ ഭാഗമായുള്ള യാത്രയിലാണുള്ളത്. ഇത് കഴിഞ്ഞ ഉടനെ ഇക്കാര്യങ്ങൾ പരിഗണിച്ചേക്കാം. ഇത് വലിയൊരു വാർത്തയായി പിന്നീട് ഉയർന്നു വന്നേക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഡോക്ടർ എസ് ബിജു, സംവിധായകനായിട്ടുള്ള ഡോക്ടർ എസ് ബിജു അടക്കം വലിയ വിമർശനങ്ങൾ രഞ്ജിത്തിനെതിരെ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്നും എസ് ബിജു കഴിഞ്ഞ 3 ദിവസം മുന്നേ രാജിവെക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. രഞ്ജിത്തിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹവും രാജിവെച്ച് പുറത്തു പോയിട്ടുള്ളത്. ഇതിന് പിന്നാലെയാണ് ഭരണസമിതിയിലെ അംഗങ്ങളെല്ലാം സമാന്തരമായി ഒരു യോഗം ചേരുകയും രഞ്ജിത്തിനെതിരെ വലിയ ഒരു പടപ്പുറപ്പാടിന് ഒരുങ്ങുകയും ചെയ്യുന്നത്. ഏതായാലും രഞ്ജിത്തിനെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് സർക്കാരിന് നൽകിയിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഏതായാലും ഈ സംവിധായകരൊന്നും അല്ലെ ഈ ഭരണസമിതി അംഗങ്ങളൊന്നും തയ്യാറായിട്ടില്ല. അതേസമയം രഞ്ജിത്ത്, അതായത് മന്ത്രിമാരോട് ഇത്തരത്തിലുള്ള പരാതികൾ പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ആ കാര്യങ്ങളെല്ലാം വളരെ ജനാധിപത്യപരമായി പരിഗണിക്കപ്പെടട്ടെ എന്ന ഒരു പെട്ടെന്നുള്ള ഒരു മറുപടി മാത്രമാണ് രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയായി ലഭിച്ചിട്ടുള്ളത്. ഏതായാലും വലിയ ഒരു നീക്കം രഞ്ജിത്തിനെതിരെ ചലച്ചിത്ര അക്കാദമിക്കകത്ത് തന്നെ നടക്കുകയാണ്. എബി, തീർച്ചയായും രഞ്ജിത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഒക്കെ തന്നെ നേരത്തെ തന്നെ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു സംഭവമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സമാന്തര യോഗം, ഒപ്പം തന്നെ സർക്കാരിനെ സമീപിക്കാനുള്ള ഒരു നീക്കം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. വിവരങ്ങൾ നൽകിയത് കമലേഷാണ്, തിരുവനന്തപുരത്ത്.